ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലാപ്ടോപ്പിന്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലാപ്ടോപ്പിന്റെ വീഡിയോ എന്ന് വെച്ചാൽ ലെനോവോ ഐഡിയാപാഡ് സ്ലിം 3 ആണ്. അപ്പോൾ കണ്ടില്ലേ എൻ്റെ ഇരിക്കുന്നത്, നല്ല അടിപൊളി ലുക്കുള്ള നല്ല നൈസ് കളർ ലാപ്ടോപ്പാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, 1.73 കിലോഗ്രാം എന്തോ ആണ്. ആൻഡ് നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്ന ലാപ്പാണ്. ലെനോവോ നിങ്ങൾക്ക് അറിയാന്നുള്ള പോലെ തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ഇപ്പോൾ അവരെ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അവരുടെ ലാപ്ടോപ്പ്, അവരുടെ ഗെയിമിംഗ് സീരീസ് ആയിട്ടുള്ള ലീജിയൻ എല്ലോക്ക് ഉണ്ട് സാധനം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ വരുന്നതാണ്. ഇത് ഐഡിയാപാഡ് സ്ലിം 3 ആണ്. ഇതിനകത്തിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ AMDയുടെ പ്രൊസസ്സർ വരുന്ന ലാപ്ടോപ്പാണിത്. ഈ ഒരു ലാപ്ടോപ്പിന്റെ വല സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം മെമ്മറി കാർഡിന്റെ സ്ലോട്ട്, അതുപോലെ തന്നെ USB-യുടെ സ്ലോട്ടും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൺ ആയിട്ടുള്ള അതിൻ്റെ ഒരു ലൈറ്റ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ചാർജർ പ്ലഗ് ചെയ്യേണ്ട ഒരു പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ HDMI-യുടെ പോർട്ട്, USB-യുടെ പോർട്ട്, USB-C ടൈപ്പ് പോർട്ട്, പിന്നെ ഹെഡ്ഫോൺ ജാക്ക്. പിന്നെ ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് കാണാം ലെനോവോ എന്ന് എഴുതിയിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ ഇത്. പിന്നെ പുറകിലായിട്ട് എയർ വെന്റിലേഷന്റെ സ്ഥലം ഇതെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ലാപ്ടോപ്പ് വെച്ച് നമുക്ക് തുറക്കാം. As you can see, ഒറ്റ കൈ കൊണ്ട് വേണമെങ്കിൽ തുറക്കാം. നമ്മൾ ഇങ്ങനെ തുറക്കുന്നതാണ് നല്ലത്. 15.6 ഇഞ്ചിന്റെ ഒരു ഫുൾ HD ആന്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. നമുക്ക് വീഡിയോസ് കാര്യങ്ങളും കാണാനും HD കണ്ടന്റ് കാണാനൊന്നും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ബസൽസും കാര്യങ്ങളും കുറച്ചുണ്ട്. മുകളിലായിട്ടാണ് ക്യാമറ വരുന്നത്. ക്യാമറയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ക്യാമറ തന്നെയാണ്. അത് പോരാഞ്ഞിട്ട് നമുക്ക് ക്യാമറ ഇതിനകത്ത് ഓഫ് ചെയ്യാം. അതായത് ഇപ്പം ഇവിടെ ഒരു വേറെ സ്വിച്ച് ആയിട്ടില്ല, ഇവിടെ ഒരു ഷട്ടർ സംഭവമുണ്ട് ക്ലോസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്വിച്ച് നമ്മൾ നീക്കി കഴിഞ്ഞാൽ ആ ഒരു ക്യാമറ അവിടെ ഓപ്പൺ ആണ്. അപ്പം അതേസമയം നമ്മൾ ആ ഒരു സ്വിച്ച് ഇടത്തോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ അത് ക്ലോസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു ക്യാമറ ഓറഞ്ച് കളറിലിരിക്കുക. ആ ഒരു ക്യാമറ ഓറഞ്ച് കളറിൽ ഇരിക്കുകയാണെങ്കിൽ ക്ലോസ്ഡ്, നീക്കി കഴിയുമ്പോൾ ആ ഒരു ക്യാമറ അവിടെ ഓപ്പൺ ആവുന്നത് കാണാം ആ ഒരു സ്വിച്ച്. അപ്പം അങ്ങനെ ഒരു വളരെ നല്ലൊരു സംഭവം അതിനകത്തുണ്ട്. നമുക്ക് ക്യാമറ ആവശ്യമുള്ളപ്പോൾ മാത്രമായിട്ട് ഓൺ ചെയ്ത് വെച്ചാൽ മതി. കീബോർഡ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കീബോർഡാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. കീസിന്റെ കാര്യത്തിൽ പവർ ഓൺ സ്വിച്ച് സെപ്പറേറ്റ് ആണ് ഇരിക്കുന്നത്, കീബോർഡിന്റെ കൂടെ അല്ല. അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കീബോർഡ് കംപ്ലൈന്റ് വരുന്നതാണെങ്കിൽ, പ്രത്യേകിച്ച് ലാപ്ടോപ്പിനൊക്കെ കീബോർഡിന് കംപ്ലൈന്റ് പ്രശ്നം പെട്ടെന്ന് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പ്രശ്നം വരുമ്പോഴത്തേക്ക് പവറിന്റെ സ്വിച്ച് പ്രശ്നം വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് കീബോർഡ് മാത്രം മാറ്റി മതി. അതിന് ഈ ഒരു സ്വിച്ചിന് പെട്ടെന്ന് കംപ്ലൈന്റ് വരാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. വളരെ നല്ലൊരു ട്രാക്ക് പാഡ് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു ലാപ്ടോപ്പ് അധികം ട്രാക്ക് പാഡ് ഞാൻ യൂസ് ചെയ്യാറില്ല, ഞാൻ മൗസ് ആണ് യൂസ് ചെയ്യാറ്. എനിക്ക് Windows 11 ആണ് വരുന്നത്. ഇപ്പൊ നമുക്കറിയാം എല്ലാം ലാപ്ടോപ്പും ഔട്ട് ഓഫ് ദി ബോക്സ് Windows 11 ആണ് വരുന്നത്. ഇതിനകത്തിരിക്കുന്ന പ്രൊസസ്സർ AMD Ryzen 3 7320U എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ്. 2.4 GHz വരുന്ന ഒരു GPU പ്രൊസസ്സറാണ്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ലെനോവോ വാൻറ്റേജ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. അത് അവരുടെ ആവശ്യം നമ്മളെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ വേണം നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സംഭവമാണ്. അത് അധികം ഇതിനകത്തായിട്ട് ഞാൻ കണ്ടില്ല, പക്ഷേ YellowQല് അത് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ YellowQയുടെ വീഡിയോ ഇട്ടേക്കാം. അവർ അടിപൊളിയായിട്ട് അതിനകത്ത് ആ ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെർഫോമൻസ് സെറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ലാപ്ടോപ്പ് ഒരു 33,000 35,000 അകത്ത് വരുന്ന ലാപ്പാണ്. അതുകൊണ്ട് തന്നെ അത്രയും മാത്രമുള്ള ഒരു പെർഫോമൻസ് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരിക്കലും ഇതിനകത്തൊരു ഗെയിമിൻ്റെ അതായത് വാലറന്റ് പിന്നെ അങ്ങനെയുള്ള കൂടിയ ഗെയിംസ് ഒന്നും ഇതിനകത്ത് റൺ ചെയ്യണ കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട. അത്യാവശ്യം മൈൻക്രാഫ്റ്റ് അങ്ങനെ സംഭവമൊക്കെ ഇതിനകത്ത് നടക്കും. ഈ ഒരു ലാപ്ടോപ്പ് ആർക്കൊക്കെയാണ് സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ വേർഡ് യൂസ് ചെയ്യുന്നത്, അതൊരു ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്കും പിന്നെ യൂട്യൂബ് വീഡിയോ പിന്നെ സിനിമ അത്യാവശ്യം കാണാനും അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു ലാപ്പ്. കാരണം ആ ഒരു 35 ആ റേഞ്ചിനകത്ത് പറഞ്ഞ ലാപ്പുകളൊക്കെ അത്രയും ഒരു യൂസ് ഉള്ളവരാണ്. ഒരു കാര്യം എടുത്ത് പറഞ്ഞേക്കാം, ഇത് മൈക്രോസോഫ്റ്റോ ഇന്റലോ ലെനോവയോ ഒന്നും എനിക്ക് ഫ്രീ ആയിട്ടെന്ന ലാപ്പും അല്ല, അവരുമായിട്ട് കൊളാബറേഷൻ ചെയ്യണ വീഡിയോ എല്ലാം ഒന്നുമല്ല, പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമാണിത്. ആൻഡ് ഇതിനകത്ത് ഞാൻ ആ Copilot-ന്റെ സംഭവം കണ്ടില്ല. അതിനി ഓൺ ചെയ്തിട്ട് അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇനി അപ്ഡേറ്റ് വല്ല ചെയ്യാനുണ്ടോ എന്ന് നോക്കണം. ആ ഒരു സംഭവം ഞാനത് കണ്ടില്ല. 8 GB RAM ആണ് വരുന്നത് ഇതിനകത്ത്. 512 GB SSD ആണ് വരുന്നത്. ഇതും കാണാന്നുള്ളത് തന്നെ. C ഡ്രൈവിനകത്ത് 203 GB, D ഡ്രൈവിനകത്ത് 271 GB ആണ് വരുന്നത്. നിങ്ങൾ എപ്പോഴും C ഡ്രൈവിനകത്ത് ഒരു 50% താഴെ ആയിരിക്കണം സ്റ്റോറേജ് ഫിൽഡ് ആയിട്ട് ഇരിക്കേണ്ടത്. ഒരിക്കലും 50% മുകളിൽ സ്റ്റോറേജ് ഫില്ല് ആകരുത്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലാപ്ടോപ്പിന്റെ പെർഫോമൻസിനെ കുറയ്ക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ ഒരുപാട് പേര് അത് കണ്ടിട്ടുണ്ട്. C ഡ്രൈവിനകത്ത്, അതായത് നമ്മളെ ഹോം സ്ക്രീൻ ഡെസ്ക്ടോപ്പിനകത്ത് ഒരുപാട് പേര് നമ്മളെ
ഫയൽസ് ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അധികം ആരും അത് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ലാപ്ടോപ്പിൻ്റെ ആണെങ്കിലും നമ്മളെ PC-യിലാണെങ്കിലും ആ ഒരു പെർഫോമൻസിന് കുറവ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ആരും C ഡ്രൈവിനകത്ത് 50% ഒരു 40 അങ്ങനത്തെ ഒരു 40-30 അങ്ങനത്തെ റേഞ്ചിൽ മാക്സിമം കുറച്ച് വയ്ക്കാൻ നോക്കുക. അതുപോലെ ഇതിന് സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ട് ക്വാളിറ്റി കിട്ടും. ബ്രൈറ്റ്നസ് അത്യാവശ്യം ബ്രൈറ്റ്നസ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ബ്രൈറ്റ്നസ്സിൽ വെച്ചാലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. നമുക്ക് വീഡിയോയിൽ കൂടെ എത്രമാത്രം അത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് സൗണ്ട് ക്വാളിറ്റി ഞാൻ കേൾപ്പിച്ചു തരാം. നമുക്ക് യൂട്യൂബ് എടുത്തിട്ട് ഇതാണ് ഇതിൻ്റെ ഫുൾ സൗണ്ട് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട്. നിങ്ങൾക്ക് എത്രമാത്രം അത് ക്ലിയർ ആണെന്ന് അറിയത്തില്ല എൻ്റെ മൈക്കിൽ കൂടെ. അത് കേട്ട് കഴിഞ്ഞാൽ കോപ്പറേറ്റ് കിട്ടും എനിക്ക്. ഇതിനകത്ത് തന്നെ AMDയുടെ 2GB Radeon 610M എന്ന് പറഞ്ഞ ഗ്രാഫിക്സും ഇവർ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കാണും ചിലപ്പോൾ പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറയുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചവരാണെങ്കിൽ, അതായത് ഐഡിയാപഡ് സ്ലിം 3 ഉപയോഗിച്ചവരാണെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 35 ഉള്ള റേഞ്ചിനകത്ത് വേറെ ഏതെങ്കിലും ലാപ്പ് ഉപയോഗിച്ചവരാണെങ്കിൽ അത് ഏതെന്നും നിങ്ങൾക്ക് അതെങ്ങനെ തോന്നി എന്നുള്ളൊരു അഭിപ്രായം നിങ്ങൾ ഈ ഒരു വീഡിയോ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ അത് കുറച്ചുകൂടെ വാങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതൊരു യൂസർ എക്സ്പീരിയൻസ് ആവും. ആൻഡ് അടുത്തത് ലെനോവോയിലേക്കും നമുക്ക് കാണാം. അതുപോലെ അതിൻ്റെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും.